എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ RJ അഭിലാഷ്. ഇന്നാണ് അന്താരാഷ്ട്ര പോഡ്കാസ്റ്റ് ദിനം. കഥകളെയും ആശയങ്ങളെയും അനുഭവങ്ങളെയും ബന്ധിപ്പിക്കുന്നൊരു ദിനം. പോഡ്കാസ്റ്റിൻ്റെ തുടക്കം 2003 ഡേവ് വൈനർ ക്രിസ്റ്റഫർ ലൈഡനിന് വേണ്ടി ഓഡിയോ RSS ഫീഡ് വികസിപ്പിച്ചപ്പോഴാണ് ആരംഭിച്ചത്. 2004 വൈനർ മുൻ MTV VJ ആയിരുന്ന ആഡം കറിയുമായി ചേർന്ന് ഐപോഡർ ഉണ്ടാക്കി. ഇതിലൂടെ ഇൻ്റർനെറ്റ് റേഡിയോയും മറ്റ് ഓഡിയോ കണ്ടൻറ്റുകളും ഐപോഡിലേക്ക് എത്തിച്ചു. പിന്നീട് ഐപോഡ്, ബ്രോഡ്കാസ്റ്റ് എന്നിവയെ യോജിപ്പിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് എന്ന് വിളിക്കുകയായിരുന്നു. 1980കളിൽ ഇത് ഓഡിയോ ബ്ലോഗ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പോഡ്കാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ വെറും ഒരു ഓഡിയോ പരിപാടിയല്ല, അതൊരു യാത്ര തന്നെയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു പ്രതീതി. വിദ്യാഭ്യാസം മുതൽ വിനോദം വരെ, ശാസ്ത്രം മുതൽ സംഗീതം വരെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കഥ പറയുന്ന ഒരാളുടെ ശബ്ദത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. അത് പാതി വഴിയിലായാലും ക്ലാസ് ഇടവേളകളിലായാലും ജോലിക്കിടയിൽ ചെറിയൊരു ഇടവേളയിലായാലും കേൾക്കാൻ സമയം കണ്ടെത്തിയാൽ ആ ശബ്ദങ്ങൾ നമ്മുടെ സുഹൃത്താകുന്നു, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാകുന്നു. പോഡ്കാസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ അന്താരാഷ്ട്ര പോഡ്കാസ്റ്റ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ശബ്ദത്തിനും കഥ പറയാനുള്ള ശക്തി ഉണ്ടെന്നുള്ളതാണ്. അത് മൈക്കിലൂടെ വരുന്ന ശബ്ദ സാന്നിധ്യങ്ങളായാലും അവരുടെ അനുഭവങ്ങൾ നമ്മളുടേതുമായി മാറുന്നു. നാം കേൾക്കുന്നതെല്ലാം കൺമുന്നിൽ കാണുന്നത് പോലെ തോന്നുന്നു. അത് അനുഭവവേദ്യമാകുന്നു. അത് എത്ര മനോഹരമാണല്ലേ. അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾക്കിഷ്ടമുള്ള പോഡ്കാസ്റ്റ് കേൾക്കൂ. കേൾവിയിലൂടെയുള്ള ആസ്വാദനം മറ്റു പല ജോലികൾക്കൊപ്പം സമയം നഷ്ടം കൂടാതെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ. അത് സുഹൃത്തുക്കളുമായി പങ്കിടും. ശബ്ദം കൊണ്ട് ലോകത്തെ ബന്ധിപ്പിക്കാമെന്ന വിശ്വാസമാണ് പോഡ്കാസ്റ്റ് നമുക്ക് തരുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 FM. ഞാൻ നിങ്ങളുടെ RJ അഭിലാഷ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ.